മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം അപമാനകരമെന്ന് രമേശ് ചെന്നിത്തല 24-നോട്. ഗാന്ധി ഘാതകരിൽ പരിശീലനം ലഭിച്ചതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരം അപമാനകരമായ പരാമർശം നടത്തുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പ്രധാനമന്ത്രിക്ക് ഹിന്ദു മഹാസഭയുടെ പ്രേതം ബാധിച്ചെന്ന് രമേശ് ചെന്നിത്തല. മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞത് ഗാന്ധി സിനിമ വന്ന ശേഷമാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റത്തെ അപമാനകരമായ ഒന്നാണ്. ഗാന്ധി തലമുറകൾക്ക് ആവേശം നൽകുന്ന, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു മഹാത്മാവാണ്. അദ്ദേഹം കേവലം ഒരു സിനിമയുടെ മാത്രമാണ് ലോകത്തെ തലമുറകൾ അറിഞ്ഞത് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന നാഥുറാം ഗോഡ്സെയെ പോലെയുള്ള ഗാന്ധിഘാതകരുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് പരിശീലനം കിട്ടിയതുകൊണ്ടാകാം. ഹിന്ദു മഹാസഭയുടെ പ്രേതം അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനത്തെ വിമർശിച്ച് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. ധ്യാനം തെരഞ്ഞെടുപ്പ് ആയുധമായി ഉപയോഗിക്കുന്നത് ശരിയല്ല. തെരഞ്ഞെടുപ്പിനിടയിൽ ധ്യാനം ഇരിക്കുന്നത് ശരിയാണോ എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. നരേന്ദ്രമോദി ധ്യാനം ചെയ്യുന്നതിനൊന്നും ആരും എതിരല്ല. വ്യക്തിപരമായ കാര്യമാണ്. യോഗ, ധ്യാനം ഇതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി ഉപയോഗിക്കുന്നതാണ് നമ്മളെതിരെ. തന്നെയുമല്ല, ഇന്ന് അദ്ദേഹം മത്സരിക്കുന്ന ദിവസമാണ് വാരണാസിയിൽ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം മുഴുവൻ കഴിഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ ധ്യാനം ഇരിക്കുന്നത് ശരിയാണോ? അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കേണ്ടത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.